നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി ആളിക്കത്തുന്ന രീതിയിലുള്ള ഒരുപാട് പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബി.ജെ.പിയുടെ സ്വഭാവമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം എന്തുകൊണ്ട് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ, രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്തതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് തൊടാൻ പോലും നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മടിക്കുന്നു. ഒരുപാട് അത്തരത്തിൽ സംശയത്തിൻ്റെ നിഴലിലാവുന്ന എത്രയോ അധികം കേസുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്ത്, ഈ സ്വപ്ന സുരേഷിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി നടന്ന, അല്ലെങ്കിൽ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ നടത്തിയൊരു തട്ടിപ്പാണ്. അതിൽ പോലും യാതൊരു തരത്തിലുമുള്ള ചോദ്യം ചെയ്യലും മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല. മോദി പോലും വന്നിട്ട് കേരളത്തിൽ ഒരു തവണ വന്നിട്ട് പ്രസംഗം നടത്തിയതാണ്. നിങ്ങളുടെ ഇവിടെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്വർണം കള്ളക്കടത്ത് നടക്കുന്നുവെന്ന്. നിലവിലെ ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ അല്ലെങ്കിൽ എൻ.ഡി.എയുടെ ഒരു പ്രചരണ ആയുധത്തിൽ എവിടെയും എൽ.ഡി.എഫിനെ അറ്റാക്കേ ചെയ്യുന്നില്ല. ഈ സ്വർണം, ശബരിമലയിൽ നിന്ന് സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു തരത്തിലുള്ള പ്രസ്താവനകളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊക്കെ പകൽ പോലെ വ്യക്തമല്ലേ എന്താണ് ഡീലെന്ന്? ഡീലിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അവർ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ സഹായിക്കാൻ പോകുന്നത് പിണറായി വിജയനും മോഡിയും തമ്മിലുള്ള വിധേയത്വത്തിൻ്റെ ബന്ധമായിരിക്കും. ഈ ബന്ധം കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിഞ്ഞു. ശബരിമല കൊള്ളയ്ക്ക് വേണ്ടി ബി.ജെ.പി ഒരു മുദ്രാവാക്യം പോലും വിളിക്കാൻ അശക്തരായപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. മോഡി പറഞ്ഞിട്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത് ശബരിമല വിഷയം. അല്ലെ, പിണറായി വിജയനെ വെറുപ്പിക്കേണ്ട എന്ന മോഡിയുടെ ഡയറക്ഷനുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ കേരളത്തിൻ്റെ ജനങ്ങൾ രണ്ടുപേരുടെ കാപട്യം, പിണറായി വിജയൻ്റെ, മോഡിയുടെ കാപട്യം ഇപ്പം നമ്മൾ അറിഞ്ഞിട്ട് പറഞ്ഞ കാര്യമില്ല, പിണറായി വിജയൻ്റെയും ബി.ജെ.പിയുടെ കേരളത്തിലെ നേതാക്കളുടെയും കാപട്യം വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ആ കാപട്യം തിരിച്ചറിഞ്ഞവർ യാതൊരു കാരണവശാലും ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ മാർക്സിസ്റ്റ് ഇവർക്കോ ബി.ജെ.പി അണികൾക്കോ സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ എന്തെല്ലാം ധാരണയുണ്ടെന്ന് പറഞ്ഞാലും ഇവരുടെ വോട്ടുകൾ ഇനി അങ്ങോട്ട് ട്രാൻസ്ഫറബിൾ അല്ല. അത് മറ്റു പാർട്ടിക്കാരെ മാത്രമല്ല ചതിക്കുന്നത്, സ്വന്തം അണികളെ തന്നെ ചതിക്കുന്ന ഒരു സംവിധാനമാണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ മനസ്സിലാക്കിയ പാർട്ടി അണികൾ ഇവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്നാണ്. ബി.ജെ.പിയുടെ പ്രതീക്ഷയൊക്കെ അങ്ങ് തീരുക. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇലക്ഷൻ തുടങ്ങിയ ആദ്യകാലത്ത് ശബരിമലക്കുള്ള വിഷയങ്ങൾ പുറത്തു വന്ന സമയത്തുള്ള അഭിപ്രായ സർവേകളും ഒപ്പീനിയൻ പോളുകളും ഇൻ്റലിജൻസ് ഒപ്പീനിയനുകളും എല്ലാം ബി.ജെ.പി അസാമാന്യ രീതിയിൽ വളരുന്നുവെന്നായിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കണ്ണ് തുറപ്പിക്കുന്ന ആരുടെയാണ്? CPM-കാരുടെ കണ്ണ് തുറപ്പിക്കും, കോൺഗ്രസ്സുകാരുടെ കണ്ണ് തുറപ്പിക്കും, ബി.ജെ.പിക്കാരുടെ കണ്ണ്. അതുപോലെ ഇതേ രീതിയിൽ ഇതേ ശക്തിയിൽ വളരെ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തുറന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ 2021 തോൽവി ഒഴിവാക്കാമായിരുന്നു കോൺഗ്രസ്. അന്നും സഖ്യകക്ഷിയാണ്, അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് മുന്നണിയിലുള്ളതാണ് CPM CPI എന്നുള്ള ധാരണയിൽ ഒരു സോഫ്റ്റ് കോർണർ ഇവരെ വിമർശിക്കുന്നതിൽ കാണിച്ചിരുന്നു. ആ സോഫ്റ്റ് കോർണറാണ് CPM-നെ വളർത്തിയത്. ആ സോഫ്റ്റ് കോർണറാണ് CPM-നെ എവിടെ കൊണ്ടെത്തിച്ചത്? മോഡിയുടെ കൂടാരത്തിൽ കൊണ്ടെത്തിച്ചത്. ഭാഗ്യവശാൽ ആ കൂട്ടുകെട്ട് ഉണ്ടായത് കോൺഗ്രസിന് ഗുണകരമാണ്, നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമാണ്. അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചക്രവർത്തി പോരാട്ടം നടത്തി ഈ രാജ്യം വിൽക്കാൻ ഇവർ ഒരുമിച്ച് നിൽക്കും. അതിൻ്റെ വീതം കിട്ടിയാൽ മതി. എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെയാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യമുണ്ട്, എന്നെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നു, എനിക്കെതിരെ മാത്രം എന്തുകൊണ്ട് ED വരുന്നു, അല്ലെങ്കിൽ അതുപോലുള്ളവർക്കെതിരെ മാത്രം ED വരുന്നു. അപ്പോൾ ഇപ്പോഴേ അജിത് പവാറും അങ്ങനെയുള്ള അഴിമതിക്കാരായ, അങ്ങോട്ട് ഹിമന്ത് ബിശ്വ ആസാം മുഖ്യമന്ത്രിയായി, ഏറ്റവും വലിയ അഴിമതിക്കാരനെന്ന് ആരോപിച്ചത് ബി.ജെ.പിക്കാർ തന്നെ, ഈയിടെ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇങ്ങനത്തെ നീക്കങ്ങൾ നടക്കുമ്പോൾ ഇത് ആരെയാണ് സഹായിച്ചിരിക്കുന്നത്? ഇവിടെ കേരളത്തിൽ പക്ഷേ ഫലം കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അറിയാതെ കുറച്ച് പേര് മാർക്സിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ ബി.ജെ.പിക്ക് വോട്ട് ചെയ്ത് പോയാൽ, പിണറായി വിജയനോട് വിരോധമുള്ളവർ ബി.ജെ.പിക്കും ബി.ജെ.പിയോട് വിരോധമുള്ളവർ കുറച്ചൊക്കെ പേര് പിണറായി വിജയൻ വോട്ട് ചെയ്ത് പോയാൽ. പക്ഷേ ആ അവസ്ഥ ഇവിടെ ഒഴിവായി. ഇവർ രണ്ടും ഒന്നാണ്, അല്ലെ തുല്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ പച്ചയ്ക്ക് തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ആർഷോ പോലും പറയും പിണറായി വിജയൻ ഞങ്ങളെ പറ്റിച്ചു, വഞ്ചിച്ചു എന്ന് പറയും. എല്ലാ മാർക്സിസ്റ്റുകാരും പറയും. ഒറ്റ മാർക്സിസ്റ്റുകാരും വാതുറക്കുന്നുണ്ടെന്നേക്ക്. ഞാഞ്ഞൂലുകൾക്കൊക്കെ ധൈര്യം വന്നു തുടങ്ങി പിണറായി വിജയനെതിരെ സംസാരിക്കാൻ. ഇന്നലെ മനോരമ ഓൺലൈനിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു, അറിയാമോ? ആ മനോരമ ഓൺലൈൻ ചർച്ചയിൽ
രാജീവ് എന്ന് പറഞ്ഞ മന്ത്രി, വ്യവസായ മന്ത്രി, എറണാകുളത്ത് നിന്നുള്ള മന്ത്രി, പിണറായി വിജയൻ്റെ വിശ്വസ്തൻ, കൈതോലപ്പായയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയൻ ഈ രാജീവ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, കേരളത്തിൻ്റെ ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം പിന്നീട് തീരുമാനിക്കുന്നു. എം വി ഗോവിന്ദൻ പറഞ്ഞു ഇടതുപക്ഷമാണ് അധികാരത്തിൽ ഒരു മൂന്നാം ടൈം വന്നാൽ മുഖ്യമന്ത്രി പിണറായി തന്നെയായിരിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതിനെ നിരാകരിച്ചുകൊണ്ട് ആണ് ആര് പറഞ്ഞ അഭിപ്രായം പറഞ്ഞത്? രാജീവ് പറഞ്ഞത്. അത് രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, പിണറായി വിജയൻ്റെ കാലം തീർന്നിരിക്കുന്നു, പിണറായി വിജയൻ വീണ് കിടന്നിരിക്കുന്നു, ഇനി നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇയാളെ തള്ളിപ്പറയണം, ആദ്യം തന്നെ അതങ്ങ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ വേറൊരു സൈക്കോളജി, ജനങ്ങളുടെ സൈക്കോളജി മനസ്സിലാക്കി രാജീവ് ആദ്യം തന്നെ പിണറായിയെ തെറി പറഞ്ഞാൽ വോട്ട് കിട്ടും, ജനം പിണറായിയെ തെറി പറയുന്നവനെ കൈയടിക്കുക. അപ്പം രാജീവ് എന്നാ ചെയ്യുന്നത്? രാജീവും പിണറായിയെ തെറി പറയുന്നവൻ്റെ കൂടെ കൂടി 10 വോട്ട് എറണാകുളത്ത് കിട്ടി എങ്ങനെയെങ്കിലും കളമശ്ശേരി ജയിക്കാവുന്നതാണ് രാജീവ് നോക്കി. ഈ രണ്ട് കാര്യങ്ങൾ ഓപ്ഷനേ ഉള്ളൂ അതിൻ്റെ. അപ്പോൾ ഇതിലേതെങ്കിലും പിണറായി വീഴും എന്നുള്ള ബോധ്യം കാണും, അല്ലെങ്കിൽ പിണറായിയെ തെറി പറഞ്ഞാൽ വോട്ട് കിട്ടും, ജനങ്ങളുടെ വോട്ട് കിട്ടും എന്നുള്ള, കയ്യടി കിട്ടും എന്നുള്ള ബോധ്യം രാജീവിന് വന്ന് കാണും. ഇവിടെയാണ് രാജീവിനെ കൊണ്ട് പറയിപ്പിച്ചത്. ഗോവിന്ദൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തി. ഇത് രാജീവ് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ജി സുധാകരനും ടി കെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഐഷ പോറ്റിയൊക്കെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഇൻഡയറക്റ്റായിട്ട് രാജീവാണ് ആവർത്തിക്കുന്നത്. പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനാണെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്ന, അറിയപ്പെടുന്ന രാജീവ്. ഇപ്പോൾ ഈ രാജീവിൻ്റെ വാചകത്തിന് സുധാകരൻ്റെ വാചകമായിട്ട് കൂട്ടുവായിക്കണം. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അസംതൃപ്തരുടെ ചേരി ശക്തിപ്പെടുകയാണ്. അപ്പോൾ ആ ശക്തിപ്പെടൽ ഇപ്പോൾ അവസാനത്തെ ആണിയാണ് ആരടിച്ചിരിക്കുന്നത്? രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അണികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആവേശം, ഈ ഒറ്റ പ്രസംഗം കൊണ്ട്, ഈ ഒരു ദിവസത്തെ പരിപാടി കൊണ്ട് കോൺഗ്രസ് അണികളെ ഉണ്ടാക്കിയിരിക്കുന്ന ആവേശം എന്ന് പറയുന്നത് CPM പ്രതീക്ഷ 1000 സുനാമി ഒരുമിച്ച് AKG സെൻറ്ററിലേക്ക് ചെല്ലുന്ന എഫക്റ്റാണ്. ആ പ്രസംഗം കേട്ടാൽ ഉണ്ടാവും. അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയെങ്കിൽ എല്ലാ സുനാമിയും കൂടെ AKG സെൻറ്ററിലേക്ക് അടിച്ചാൽ എന്നെ ഇരിക്കും, അവിടെ വീണയും കാണിയില്ല. ഇന്നലെ മോദി വന്നതിനെക്കാട്ടിലും, മോദി വന്നതൊന്നുമല്ല, അതിലും വലിയ തരംഗമാണ് രാഹുൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മോദി ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾ അതിൻ്റെ ആഡംബരവും കാണും. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ തന്നെ ആളെ പ്രതിപക്ഷ നേതാവ്, അവിടുത്തെ ഒരു BD സതീശൻ, അത്രയല്ലേ ഉള്ളൂ. എന്നിട്ടാണ് ആൾ വരുന്നത്. രാഹുൽ ഗാന്ധിയെ കാണാൻ ആൾ വരിക എന്ന് പറഞ്ഞാൽ ജെന്യുവിനായിട്ട് വരുന്നത്. മറ്റേത് പ്രധാനമന്ത്രി അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു രാജാവിനെ കാണാൻ വരുന്ന പോലെ അവർ. മുഖ്യമന്ത്രി വരുമ്പോൾ ആളെ കൊണ്ടുപോവുക, കറുത്ത വണ്ടിയിലും എല്ലാവരും വഴിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് സ്വന്തക്കാരെ മുഴുവൻ വണ്ടി നിറച്ച് കൊണ്ടുപോകുക. ഇതങ്ങനെയല്ല. പ്രധാനമന്ത്രി കാണാൻ ഇങ്ങനെ കൊച്ചു പിള്ളേർ, സ്കൂൾ പിള്ളേരൊക്കെ ഞങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു, ചാച്ചാ നെഹ്റു, സിന്ദാബാദ്, അതുപോലെ കൊണ്ടുപോകും. ഇതങ്ങനെയല്ല. രാഹുൽ ഗാന്ധി കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുള്ള ഇമ്പാക്റ്റ്, ആ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇതുവരെ ജീവനില്ലാത്തൊരു കോൺഗ്രസ് പ്രതിപക്ഷമായി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ഇലക്ഷൻ ഒന്ന് വോട്ട് പിടിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് CPM അറ്റാക്ക് ചെയ്യാനായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു വിമുഖതയുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിൽ ഇവരുടെ ബന്ധം. എന്തിന് കോൺഗ്രസിൻ്റെ പിന്തുണയാണ് രാജസ്ഥാനിൽ നിന്നൊരു MP ഉണ്ടായിരിക്കുന്നത് CPM. ആ MP ഇല്ലെന്നുണ്ടെങ്കിൽ ദേശീയ പാർട്ടികളുടെ അംഗീകാരം പോലും പോയാൽ. അതിലും വലിയ മണ്ടത്തരം കോൺഗ്രസിന് പറ്റിയിട്ടുണ്ട്. CPM ബാധ്യതയായിട്ട് CPM മാറി. ബംഗാളിൽ CPM മുന്നണി കൂടും. മമതയായിട്ടായിരുന്നു അലയൻസ് എങ്കിലോ കോൺഗ്രസിന് കുറേ കൂടെ സീറ്റും കിട്ടിയേനെ, കുറേ കൂടെ പാർലമെൻറ്റ് റെപ്രസെൻറ്റേഷൻ കിട്ടിയേനെ. പക്ഷേ പോകുന്നത് കോൺഗ്രസും CPM കൂടുകയാണ്. അവിടെ CPM കൂട്ട്, CPM വിധേയത്തുള്ള അധീർ രഞ്ജൻ ചൗധരി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇയാൾ പറയുന്ന കേട്ട് രാഹുൽ ഗാന്ധി നടന്ന അയാൾക്ക് ജയിക്കാനുള്ള സൗകര്യം CPM ചെയ്തു കൊടുക്കും. ആ സൗകര്യം വെച്ച് ഇയാൾക്ക് വേണ്ടി ബംഗാളിലെ കോൺഗ്രസിനെ ഇല്ലാതാക്കി. മമതയും കോൺഗ്രസ് കഴിയില്ല. മമതയൊക്കെ പാർട്ടിയിൽ നിന്ന് പോകാൻ ഇങ്ങനത്തെ കുറേ നേതാക്കന്മാർ കാരണം അപ്പോൾ മമതയുടെ അതുപോലെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടെടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതം കേരളത്തിൽ 1:1 എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ഫൈറ്റിലേക്ക് CPM അല്ല കോൺഗ്രസും BJP കൂടെ വരികയാണ്. കേരളത്തിലെ പാരമ്പര്യമുള്ള ജനങ്ങൾ, വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ, സംസ്കാരമുള്ള ജനങ്ങൾ എവിടെ നിൽക്കും? BJPയുടെ കാവട്ട് ഇവിടെ ചിലവാകില്ല. തൊട്ടപ്പുറം തെക്കേ ഇന്ത്യൻ സീറ്റ് മുഴുവൻ അങ്ങനെയാണ്. കർണാടകത്തിലും തെലങ്കാനയിലും കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞു. ആ കൂട്ടത്തിൽ കേരളം കൂടെ കൺസോളിഡേറ്റഡ് ആയിട്ട് കോൺഗ്രസ് ജയിക്കുക എന്ന് പറഞ്ഞാൽ നാളെ കേന്ദ്രത്തിൽ പോലും ഇത് സ്വാധീനം ചെലുത്തും. അതായത് കോൺഗ്രസ് UDF ഇത്തവണ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ആവശ്യമാണ്, ഇന്ത്യയുടെ അനിവാര്യതയാണ്. അല്ല, ആ അനിവാര്യത ഉണ്ടാകണമെങ്കിൽ അതിന് ഇൻപുട്ട് കൊടുത്ത് ആരായി നമുക്കെന്താ പറയുന്നത്? ഈ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടിക്കിട വെള്ളം കിടക്കുന്നതിന് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കും ഇല്ലേ?
അതുപോലെ കോൺഗ്രസ്സിന് ഇപ്പോൾ ഇന്ന് ഈ രാഹുൽ ഗാന്ധി ഇതേ രീതിയിൽ ഒരു 5 വർഷം മുമ്പ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ 2021 ഗവൺമെൻറ് ഇവിടെ ഉണ്ടാകുകയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഇവരെ CPM-കാരോട് വളരെ സോഫ്റ്റ് കോർണറായിരുന്നു. അന്നത്തെ കോൺഗ്രസ് നേതൃത്വമായിരുന്നു. കെ.എസ്. സുധാകരൻ CPM-നെതിരായിട്ട് മോശമായി പിണറായി വിജയനെതിരായിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളും ലീഗിൻ്റെ നേതാക്കളുമുണ്ട്. പിണറായി വിജയൻ അത്രയും കുറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞവരുണ്ട്. ഇന്നവർക്ക് മനസ്സിലായി പിണറായി വിജയൻ ആരാണെന്ന് ഇപ്പോഴാണ് കേരളത്തിലെ പ്രതിപക്ഷങ്ങൾക്ക് മനസ്സിലാവുന്നത്. അല്ലെ മുസ്ലിം ലീഗിനൊക്കെ അല്ലെങ്കിൽ പിണറായി വിജയനായിട്ട് വളരെ അടുത്ത സുഹൃത്താണ്. ചില കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഇവരെ പിണക്കാൻ പറ്റാത്തവർ, ഈ പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിടിക്കുന്നവർ, അങ്ങനെ പലരുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ ഇന്നൊരു കാര്യം മനസ്സിലായി, ഇന്ത്യയിൽ BJPയുടെ ഏജൻ്റായിട്ട് ഫസ്റ്റ് നമ്പർ 1 ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ് ആര്? പിണറായി വിജയൻ. പിണറായി വിജയനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന CPM-കാരും, എന്നാൽ മറിച്ച് അതിനോട് എതിർപ്പുള്ള CPM-കാർ ധാരാളം ഉള്ളതിനകത്ത് അവർ പുറത്ത് ചാടും. ഓരോന്നോരോന്നായിട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ആ കുത്തൊഴുക്കിൽ പാർട്ടി ഇല്ലാതാവും. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പറ്റും. അതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട നിമിത്തമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ഈ 30-ാം തീയതി മാർച്ച് 30-ൻ്റെ ഒന്ന് ഫിനാൻഷ്യൽ, 1 ഏപ്രിൽ മണ്ടത്തരം ഫുൾ ഞാൻ പറഞ്ഞ ഏപ്രിലൊന്നും വരുന്നുണ്ടല്ലേ. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മതരാഷ്ട്രവാദികളുണ്ട്. ഇപ്പം ഹിന്ദു മതരാഷ്ട്രവാദികളും ഇസ്ലാമിസ്റ്റ് മതരാഷ്ട്രവാദികളും ഈ നാട്ടിലുണ്ട്. ഈ 2 കൂട്ടരെയും എതിർക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആവശ്യമാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ്. അതിനെ കൃത്യമായിട്ട് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ പിണറായി വിജയനും പറയുന്നു, VD സതീശനും പറയുന്നു, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കേണ്ടതാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഇവരുടെ നിലപാട്. കൂടുതൽ പ്രശ്നക്കാർ ഭൂരിപക്ഷ വർഗീയതയാണെന്ന് പറയുന്നിടത്ത് നിന്ന് 2നെയും ഒരുപോലെ എതിർക്കണം എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് ഇവർ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റമാണ്. അതിനൊന്നും നിസ്സാരപ്പെട്ട കാര്യമല്ല, അതൊരു വലിയ മാറ്റമാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പര്യാപ്തമാണോ ഇത്തരത്തിലുള്ള ഒരു ഈ 2 വർഗീയതയും അല്ലെങ്കിൽ എല്ലാ മതരാഷ്ട്രവാദികളെയും എതിർക്കാനായിട്ട് കോൺഗ്രസ് പര്യാപ്തമാണോ? അല്ല, കോൺഗ്രസിന് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കോൺഗ്രസ്സിൽ ഒട്ടുന്നവൻ ഇപ്പം ഞാൻ കാണുന്നുള്ളൂ. രാഹുൽ ഗാന്ധിയെ മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ കൂടെ നിൽക്കുന്ന ഭുജാവങ്ങളെ ഒന്നും നമ്മൾ കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് കാണാൻ പറ്റില്ല. അവരേത് സമയത്ത് രാഹുൽ ഗാന്ധിയെ മറിച്ചിട്ടാണുള്ള ശ്രമം നടത്തും. ഒരു ഇലക്ഷൻ ഡിബേറ്റ് കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ മുദ്രാക്കാൻ വരാമെന്ന് രാഹുൽ ഗാന്ധി പോയി പ്രിയങ്ക വിളിക്കാൻ. ഈ സ്തുതിപാടൊക്കെ ഒരു സ്വഭാവമുണ്ട്. അവരെ ആരുടെയെങ്കിലും പുറകെ താഴ്ത്തി നിൽക്കണം. ഇവിടെ വരാൻ പോകുന്ന അപകടമാണ് ഞാൻ പറഞ്ഞത്. പ്രിയങ്കയെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ. ഒരു തെരഞ്ഞെടുപ്പിലൂടെ രാഹുൽ ഗാന്ധി തോറ്റാൽ, പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെയും പ്രൂവ് ചെയ്യുകയാണ്. താൻ കോൺഗ്രസിൻ്റെ നേതാവല്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ നേതാവല്ല, താൻ ഇന്ത്യയുടെ മൊത്തം നേതാവാണെന്ന് വീണ്ടും ആവർത്തിച്ച് ആ ചെറുപ്പക്കാരൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അഴിമതിയാരോണം ഇതുവരെ വന്നിട്ടില്ലല്ലോ. പക്ഷെ മറിച്ച് ആ രീതിയിലേക്ക് അയാളെ ആക്കി എടുക്കാൻ ഇവരെല്ലാം നോക്കും. ഒരു ചെറിയ അഴിമതി ആരോപണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ആരെപ്പറ്റി സോണിയാഗാന്ധിയെക്കുറിച്ചോ പ്രിയങ്കയെക്കുറിച്ചോ വാദ്രയെക്കുറിച്ചോ നിങ്ങൾ എന്ത് വേണേൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുകയില്ല. മാത്രമല്ല ആത്മധൈര്യമുള്ളവനാണ്. മോഡി ഇത്രയും എതിർത്തിട്ടും മോഡിയെ നേരിട്ടെന്ന് പാർലമെൻറ്റിലും പുറത്തും വെല്ലുവിളിക്കാൻ ഈ ചെറുപ്പക്കാരന് ധൈര്യമുണ്ട്. ആ ചെറുപ്പക്കാരന് ആ ധൈര്യം കിട്ടുന്നത് ഇൻറ്റഗ്രിറ്റിയുടെ ധൈര്യം, പിന്നെ ജനങ്ങളിലുള്ള വിശ്വാസം. ഈ 2 ഘടകങ്ങളും കൂടെ കൂടുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ നേതാവാകാൻ പറ്റും. അതിലേക്കുള്ളൊരു ചെറിയ ആദ്യത്തെ അല്ല 2ാമത്തെ ചവിട്ട് കൂടിയാണ് കേരളം. രാഹുൽ ഗാന്ധിയെ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന സമുദായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർഗീയ പ്രചരണത്തിനാണ് ഇപ്പം LDFും അതോടൊപ്പം തന്നെ BJPയും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അനുഭാവികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു ഹിന്ദു കൺസോളിഡേഷൻ ഏറ്റവും കൂടുതൽ രീതിയിൽ LDFിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് ഇവർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ SDPIയെ മുഖ്യമന്ത്രി, SDPI എന്ന് പറയുന്നത് കൊല നടത്തുന്ന സംഘമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പ്രസംഗം നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി. അത്തരത്തിലൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ആരെയാണ് സഹായിക്കുക എന്നുള്ളതാണ്. അത് നമുക്കറിയാമല്ലോ. അഭിമന്യുവിനെ കൊന്ന പ്രതികളാരാ? SFIയുടെ പിണറായി വിജയൻ വിൽക്കുന്നത് സാധാരണ ജനങ്ങളെ, കോൺഗ്രസ്സുകാരെ മാത്രമല്ല വിൽക്കുന്നത്, സ്വന്തം പാർട്ടിയിൽപ്പെട്ടവനെ അഭിമന്യു രക്തസാക്ഷി. ആ രക്തസാക്ഷിയെ വിറ്റില്ലേ? ആ രക്തസാക്ഷിയെ രാഷ്ട്രീയത്തിന് വേണ്ടി വിറ്റു, വോട്ടിന് വേണ്ടി വിറ്റു. അവിടെ ഇയാൾ കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞതിന് കാശിന് വേണ്ടി വിറ്റു. പയ്യന്നൂർ കാശിന് വേണ്ടിയാണ് രക്തസാക്ഷിയെ വിറ്റതെങ്കിൽ ഇവിടെ അഭിമന്യുവിൻ്റെ കാര്യത്തിൽ വോട്ടിന് വേണ്ടി വിറ്റു. ഇത് 2 ചെയ്യുന്ന CPM തന്നെയാണ്. എന്നിട്ടും മതേതര പാർട്ടി എന്ന് പറയുകയും ചെയ്യും. കൈയടിക്കാൻ ആളുകൊണ്ട്. ആ തട്ടിപ്പ് നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒന്നൊന്നായി ഇനി വരികയാണ്. CPM ഇതാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് കിട്ടിയ ഗുണം CPMനെ ഇത്രയും വിമർശിക്കണോ എന്ന് സംശയിച്ച് നിന്ന കുറേ കോൺഗ്രസ് നേതാക്കളുണ്ട്. അവരുടെ മനസ്സിലെ സംശയം മാറും. ഇവിടെ സുധാകരൻ മാത്രമേ CPMനോട്
കട്ടാൻ ഡ്രൈ ആയിട്ട് പെരുമാറിയുള്ളൂ. ഇനി ബാക്കി എല്ലാ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ പെരുമാറേണ്ടി വരും. ഇവരെല്ലാം സുധാകരനോട് വീണ്ടും രാഹുൽ ഗാന്ധി സംസാരിച്ചു, പോകരുത്, വേണ്ടപ്പെട്ട ധീരനായ പോരാളിയാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം കേരളത്തിലെ ഈ ഞഞ്ഞാമിഞ്ഞ സംസ്കാരത്തിനെ മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്കും പറ്റിയിരിക്കുന്നു. പോരാടുക 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 എന്നുള്ളത് മാത്രം. നരേന്ദ്രമോദി ഇപ്പോൾ 3ാമത്തെ തവണയാണ് വരുന്നത് കേരളത്തിൽ. ഇനിയും വരും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വന്നു. മറ്റ് ഉദ്ഘാടന പരിപാടികൾക്കൊക്കെയാണ് മറ്റ് 2 തവണ വന്നത്. ഒന്ന് തിരുവനന്തപുരത്ത്, പിന്നെ ഒന്ന് കൊച്ചിയിൽ. ഇപ്പോൾ ഈ 2 സ്ഥലത്തും മോദി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് LDF വിമർശനമൊന്നുമല്ല. അത് പറയുന്നത് ലീഗിനെക്കാട്ടിലും വലിയ വർഗീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു. ഇതിനകത്തൊരു സംശയമുണ്ട്. ഇന്ന് മോഡിക്കിട്ട് കോൺഗ്രസ് മോഡിക്കിട്ടും പിണറായിക്കിട്ടും 2 അടി കിട്ടി. അല്ല സാർ, ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു വർഗീയ പാർട്ടിയാണ് എന്ന് കോൺഗ്രസ്സിന് ഇത്തരത്തിലൊരു ഇമേജ് രൂപപ്പെടാനുള്ള കാരണം? കോൺഗ്രസ്സിലെ എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസ്, എത്ര മുസ്ലിം MLA-മാർ കോൺഗ്രസ് കൂടെ കേരളത്തിൽ മത്സരിക്കുന്നു, എത്ര MP-മാരുണ്ട് മുസ്ലിം MP-മാർ. ലീഗുമായിട്ട് ബന്ധമുണ്ട്. ലീഗ് ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങളുടെ രീതിയിൽ നിന്നുള്ള ഒരു സമരം നടത്തിയിട്ടുണ്ടോ? മുസ്ലിങ്ങളുടെ ആവശ്യം സമരം നടത്തിയിട്ടുണ്ട്. EMSൻ്റെ കാലത്തുണ്ട്. CPM ഭരിച്ചിരുന്നപ്പോഴൊക്കെ മുസ്ലിം ലീഗ് വർഗീയമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കാലത്ത് അതില്ല. യോജിച്ചു പോവുകയാണ് എല്ലാവരും. ഇന്ന് UDF-ൻ്റെ ബലം എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ ബലം എന്ന് പറയുന്നത് ലീഗാണ്. കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്ന ലീഗാണ്. ആ ലീഗ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ മുസ്ലിംസിലെ ഒരു 20-25% SDP പോവായിരുന്നു. കലാപം ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു. ഇതിൽ കൂടുതൽ ആൾ കിട്ടിയാൽ. ഇന്ന് SDP-കാരൻ പോലും ലീഗിനെ പേടിക്കുന്നു. സ്വന്തം ചുറ്റുവട്ടത്ത് ലീഗുകാരുണ്ട്. ഇവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും, ഇവൻ്റെ ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഗവൺമെൻറ് അറിയും. അപ്പോൾ ആ ലീഗാണ് ഇവിടെ തൽക്കാലം സമാധാനം നിലനിർത്തുന്നത്. കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാതെ കേരളത്തെ കാത്തു സൂക്ഷിക്കുന്നതിലെ മുഖ്യ പങ്കാളിത്തം ലീഗിന് തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിയെപ്പോലെ ഇന്നത്തെ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിന് വേണ്ടത് എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിന് വേണ്ടത്, ഇന്ത്യക്ക് വേണ്ടത്. ഇന്ത്യക്ക് വേണ്ടത്.